ഹലോ ഹലോ, ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ കൊല്ലത്ത് നിന്ന് സന്ധ്യ സംസാരിക്കുന്നത്. ഡോക്ടറിനോട് ചോദിച്ചോളൂ മാഡം. പിന്നെ മേഡം ഡോക്ടർ പറയുന്നത് പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി. ഹലോ പറയൂ, കേക്കാം സന്ധ്യ. 5 വർഷമായി. 5 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. കുട്ടികളൊന്നുമില്ല. അങ്ങനെ അയ്യൊക്കെ 2 പ്രാവശ്യം ചെയ്തതാണ് മേഡം. അതിനിപ്പം കഴിഞ്ഞ മാസം ഡോക്ടർ ചെന്നപ്പോ ഈ DNC ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് എന്തുവാ ഒന്നും അറിയത്തില്ല. അതാ DNC എന്തിനാണ് ചെയ്യണം എന്ന് പറഞ്ഞതെന്നല്ലേ? അത് സാധാരണഗതിയിൽ ഇപ്പൊ നമ്മളങ്ങനെ DNC ചെയ്യാറില്ല. ഓവുലേഷൻ നടക്കുന്നുണ്ടോ, അണ്ടാശയത്തിന്ന് അണ്ടം പുറത്തു വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാനുള്ള ഒരു ടെസ്റ്റിന്റെ ഭാഗമാണ് ഈ DNC ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് യൂട്രസിൻ്റെ ലൈനിങ് എടുത്തിട്ട് പരിശോധനയ്ക്ക്, മൈക്രോസ്കോപ്പിൽ കൂടെ ഉള്ള പരിശോധനയ്ക്ക് അയക്കുന്നത്. ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ അണ്ടാശയത്തിൽ നിന്ന് അണ്ടം പുറത്തു വരുന്നതിന് വേറെ ഇങ്ങനെ DNC ചെയ്യാതെ തന്നെ വേറെ ടെസ്റ്റുകളെല്ലാം നമുക്ക് ഉണ്ട്, ഹോർമോൺസും അൾട്രാസൗണ്ടും എല്ലാം. അതുകൊണ്ട് DNC യുടെ ഒരു വലിയ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. താങ്ക് യു മാം, താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ, ഇനി നമ്മൾ ഒരു ഗൈനക്കോളജിക്കൽ സൈഡിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ടീനേജേഴ്സിൽ അല്ലെങ്കിൽ അഡോളസെന്റ് ഗ്രൂപ്പിൽ ഉണ്ടാകാനുള്ള പ്രശ്നങ്ങൾ, സാധാരണ ഇവർക്ക് ഉണ്ടാകാറുള്ള? സാധാരണ ഇവരിൽ വരുന്നത് ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും. അതായത് കൂടുതൽ ദിവസം പീരീഡ്സ് നീണ്ടു നിൽക്കുന്നു, ബ്ലീഡിങ് ഒരുപാട് ദിവസം വരുന്നു, പിന്നെ കറക്റ്റായിട്ട് വരുന്നില്ല എന്നുള്ളതൊക്കെയാണ് ഇവരുടെ സാധാരണ കാണുന്ന പ്രശ്നങ്ങൾ. പിന്നെ കുറച്ച് പേരൊക്കെ വണ്ണം കൂടുന്നു, മുഖത്ത് പിന്നെ പിമ്പിൾസ് വരുന്നു, ഹെയർ ഗ്രോത്ത് കൂടുതലാണ്, അങ്ങനെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളായിട്ടും വരാറുണ്ട്. പിന്നെ വേറൊരു വലിയ ശതമാനം ആളുകൾ വെള്ളപോക്കാണെന്ന് പറഞ്ഞിട്ട് ഡിസ്ചാർജ് അങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഈ മെയിനായിട്ട് ഇതിൽ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ അവരുടെ ഫുഡ് ഹാബിറ്റ്സ് ശരിയാകാത്തത് കൊണ്ടും എക്സസൈസ് ഇല്ലായ്മ കൊണ്ടുമുള്ള പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് കൗമാരപ്രായക്കാർ വരുന്നത്. അപ്പം നമ്മൾ ഈ പ്രായത്തിൽ വളരെ ശ്രദ്ധിച്ച് അവർക്ക് അവരുടെ പ്രോപ്പറായിട്ടുള്ള ഒരു ന്യൂട്രീഷൻ കൊടുക്കേണ്ടതും അതിൻ്റെ എക്സസൈസ് സംബന്ധമായിട്ടുള്ള അവയർനെസ് ഉണ്ടാക്കി കൊടുക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ 90% സ്ത്രീകൾക്കുണ്ടാകുന്ന അസുഖങ്ങളും ഈ പ്രായക്കാരെ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും.